നമ്മളിപ്പോൾ ഉള്ളത് മാൽപ്പയ്ക്കൊപ്പം ആണ് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാട് ഉള്ളത്. അങ്കോള സർക്യൂട്ടിലാണ് അർജുൻ കല്യാടും ഈശ്വർ മാൽപ്പയും ഉള്ളത്. അർജുൻ, നേവി വരും, ഹൈ ഇൻറ്റൻസിറ്റി ടോർച്ച്, അണ്ടർ വാട്ടർ ടോർച്ചുമായിട്ടാണ് നേവി വരുന്നത്. 4 അംഗ സംഘം സിദ്ധാർപൂരിൽ നിന്ന് 4 ക്രെയിനുമായിട്ടെത്തും എന്നതും ഇന്നലെ കാളി റിവറിൽ പൊക്കിയ ഉപകരണവുമായിട്ടാണ് എത്തുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. ഈശ്വർ മാൽപ്പ എഴുന്നേറ്റോ? ഈശ്വർ മാൽപ്പ അവിടെ നിന്ന് തിരിക്കാറായോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ അർജുൻ കല്യാട്? അരുണ് നേരിട്ട് തന്നെ സംസാരിക്കാം. ഞാൻ ഈശ്വർ മാൽപ്പയെ നമ്മുടെ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈശ്വർ മാൽപ്പ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഈശ്വർ മാൽപ്പയെ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൈവ് ചെയ്തിട്ടുള്ള നമ്മുടെ മലയാളികൾ കൂടിയായിട്ടുള്ള അനീഷും സ്റ്റെഫിനും നമ്മളോടൊപ്പം ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയും ഉണ്ട്. മാൽപ്പയെ ഒരു കാര്യം പ്രത്യേകമായി ഓർമ്മിക്കട്ടെ, ഇന്നലെ ഈ കാളി നദിയിലെ ദൗത്യത്തിന് ശേഷം ഇവിടത്തേക്ക് എത്തിയത് 11:30 കൂടിയാണ് ഇവിടെ എത്തിയത്. ഇന്നിപ്പോൾ രാവിലെ 7 മണിയോടുകൂടി അദ്ദേഹം എഴുന്നേറ്റു. ഏകദേശം ഒരു 6 മണിക്കൂറിൽ താഴെ മാത്രമാണ് അദ്ദേഹം ഉറങ്ങിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഈ ദൗത്യത്തിന് വേണ്ടി വളരെയധികം ആത്മാർത്ഥയോടെ ഇടപെടുകയാണ്. മൈക്ക് ഞാൻ മാൽപ്പയ്ക്ക് കൊടുക്കാം. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം ഈശ്വർ മാൽപ്പ. ഞാൻ അരുണാണ്. പ്രേക്ഷകരെല്ലാവരും ഈശ്വർ മാൽപ്പയുടെ എഫേർട്ടിനെ ഇന്നലെ കണ്ടു. ഞങ്ങൾ ഇന്നലെ ലൈവായിട്ട് കൊടുത്തു ഈശ്വർ മാൽപ്പയെ കാളി റിവർ പൊക്കുന്ന സമയത്ത്. അപ്പോൾ കാളി റിവറിൽ ലോറി എടുക്കുന്ന സമയത്ത് ഇന്നലത്തെ കുറച്ചുകൂടി എളുപ്പമായിരുന്നോ ഈശ്വർ മാൽപ്പയെ? നമ്മളിപ്പോൾ ഈ അർജുൻ്റെ ലോറി എടുക്കുന്നതിലും കൂടുതൽ ഈസി ആയിരുന്നോ ഇന്നലെ? സാറ് എല്ലാവർക്കും നമസ്കാരം. എന്നാ പറഞ്ഞാൽ ഇന്നലെ നമുക്ക് സ്റ്റാർട്ടിൽ പോയിട്ട് 3 ടയറായിട്ട് കീഴെ പോയിട്ട് ഞങ്ങൾ ചാസിൻ്റെ ഭാഗത്തിൽ അടിയിൽ പോയിട്ട് എന്താ പറഞ്ഞാൽ അത് മേലെ ഒരു വയറിലെ തൂക്കിയിരുന്നത്, കേബിൾ വയറിൽ. ഓക്കെ, അതിന് ഞങ്ങൾ എന്നാക്കി ഞങ്ങൾ 3 പേര് ഒരു ഡേഞ്ചർ പറഞ്ഞ് മേലെ കീഴെ പോയിട്ട് ആ ചാസിൻ്റെ അടിഭാഗത്തിൽ അതിൽ ഞങ്ങൾ റോപ്പ് ഇടുന്ന സമയത്തിൽ എന്തെങ്കിലും കട്ടായ ഒരുപാട് ഡേഞ്ചർ ഉണ്ട്. ആ ഡേഞ്ചറിൽ ഞങ്ങൾ 3 പേര് 3 ടയർസ് കീഴെ പോയിട്ട് ഇട്ടിട്ട് വന്നു. ഒരു ചാസിക്ക് പിന്നെ അതിൻ്റെ അടിയിലെല്ലാം ഇട്ടിട്ട് വന്നു. അപ്പോൾ ആ സമയത്തിൽ ലോക്കായി അത്. പിന്നെ ഞങ്ങൾ മേലത്തെ ഒരു ഡേഞ്ചർ എന്നാൽ അത് അവർ വലിച്ച സമയത്തിൽ അത് വരില്ല. പിന്നെ പോയിട്ട് ഞങ്ങൾ കട്ടാക്കുന്ന സമയത്ത് ഒരുപാട് മേലിൽ നിന്ന് കീഴെ വീണത്. ഇല്ലെങ്കിൽ അടിഭാഗത്തിൽ ഞങ്ങൾ വേല ചെയ്യുന്ന സമയത്തിൽ ഞങ്ങൾ കട്ടായ ഞങ്ങൾ 3 പേര് മേലെ വരില്ല. അന്ത ഒരു സമയം അങ്ങനെ അത്. പക്ഷേ അതിലെ പിന്നെ ഞങ്ങൾ വലിച്ചുകൊണ്ട് വരുന്ന സമയത്തിൽ പറഞ്ഞോളൂ. ഞങ്ങൾ എളിച്ചുകൊണ്ട് വരുന്ന ഒരു 500-300 മീറ്റർ സമയത്തിൽ അവർ വലിയ പാറയൊക്കെ തട്ടി അത് നിന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ബാക്ക് സൈഡിലെ ആക്കിയിട്ട് പിന്നെ എടുത്തത്. ഓക്കെ, അത് ഞങ്ങൾ കണ്ടു ലൈവായിട്ട്. അത് നമ്മൾക്കത് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മളത് പ്രേക്ഷകരെ. പക്ഷേ ഇന്നിപ്പോൾ SP നാരായണ ഇപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വലിയ മണ്ണ് അവിടെയുണ്ട്, ചെളി അവിടെയുണ്ട് എന്നാണ്. ഇന്നിപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി അണ്ടർ വാട്ടർ ടോർച്ച് നേവി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓപ്പറേഷൻസ് എങ്ങനെയായിരിക്കും ഈശ്വർ മാൽപ്പ ഷിരൂരിൽ? അവർ ഇപ്പം ഇന്ന് ഞങ്ങൾ പോയിട്ട് നേരത്തെ അവിടെ പോയിട്ട് ഒരു വലിയ മരമുണ്ട്. ആ മരം എടുക്കണം. മരം എടുത്തിട്ട് പിന്നെ അവിടെ ഒരു 4 നമുക്ക് കയറി കെട്ടിയിട്ടുണ്ട് ആ വണ്ടീൻ്റെ. അത് 4 ഒരു 3 ഫീറ്റിലുണ്ട് ആ കയറ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എങ്ങനെ തടിക്ക് കട്ടും അതേമാതിരിയിലുണ്ട്. ഇപ്പം നേരത്തെ പോയിട്ട് ആ കയറെടുക്കണം പോകും. കയറെടുത്തിട്ട് പിന്നെ ആ മണ്ണ് എടുക്കണം ഒരു മിഷൻ വേണം. പിന്നെ അത് നമ്മൾ ML സർക്കസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാക്കന്ന് കീഴെ പോയിട്ട് തന്നെ നോക്കണം. ഇപ്പം നമ്മളിന്നലെ പറഞ്ഞു കമ്പി വെച്ച് നമ്മളിന്ന് പരിശോധിക്കുന്നുണ്ടോ? കമ്പിയാക്കും. ഒരു 5 അടിൻ്റെ കമ്പി നമ്മൾ യാമറിൽ അടിച്ചിട്ട് കീഴെ ആക്കും. അതിപ്പോൾ കീഴെ അടിച്ച് ആ കമ്പി ഇപ്പോൾ ആ വണ്ടിക്ക് തട്ടിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ അടിയിലെ വണ്ടി ഉണ്ടെന്ന്. അതിൽ നോക്കിയിട്ട് അവർക്ക് മേലാൾക്ക് പിന്നെ അത് മണ്ണ് മാറ്റാൻ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, നമ്മൾ എത്ര പേരായിരിക്കും ഇന്ന് ഡൈവ് ചെയ്യുക മാൽപ്പേ? ഇന്നലെ ഡൈവ് ചെയ്തത് അനീഷാണോ അതോ ബിനു ആണോ ഡൈവ് ചെയ്തത് മെനഞ്ഞാന്ന്? നമ്മൾ കൂട്ടത്തിൽ 3 പേരുണ്ട്. ഇപ്പം വിനു, അനീഷ് പിന്നെ സ്റ്റെഫിന് അവർ എൻ്റെ കൂട്ടത്തിലുണ്ട്. അവർ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇപ്പോൾ സംസാരിക്കും. അതിനെ അപ്പോൾ ഞങ്ങൾക്ക് കേട്ടത് കൊടുക്കും ഇപ്പോൾ അവർക്ക്. ഓക്കെ. അനീഷ്, നമസ്കാരം. അനീഷാണ്. അനീഷ് നമസ്കാരം. നാട്ടിലെവിടെയാണ് അനീഷിന്റെ വീട്? അനീഷിനെ നാട്ടുകാർക്കൊന്നും അധികം അറിയില്ല, നമ്മളൊന്ന് പരിചയപ്പെടുത്താം. അനീഷ് നാട്ടിലെവിടെയാണ്? പാലക്കുഴ കൂത്താട്ടുകുളം പാലക്കുഴയാണ്. കൂത്താട്ടുകുളത്ത് നിന്ന് പാലക്കുഴയ്ക്ക് വേണം. പാലക്കുഴയാണ് എൻ്റെ വീട്. ഓ, അത് ശരി. അപ്പൊ മൂവാറ്റുപുഴയാറിലേക്ക് ഇറങ്ങിയ ശീലം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ശീലമുണ്ട്. എത്ര കാലമായി ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം കൂടിയിട്ട്? ഈശ്വർ മാൽപ്പയ്ക്ക് എളുപ്പം കൂട്ടിയിട്ട് ഒരു 4-5 വർഷമായി. ഇതെങ്ങനെയാണ് ഈശ്വർ മാൽപ്പയിലേക്ക് എത്തിയത് അനീഷ്? ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് വിശാലമായി സംസാരിക്കാൻ സമയമില്ലെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ഈശ്വർ മാൽപ്പയെ അറിഞ്ഞത്?
ഈശ്വർ മാൽപ്പേനയൊക്കെ എത്തി ഞങ്ങൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കിൻ്റെ സമയത്താണ് ഞങ്ങൾ ഈശ്വർ മാൽപ്പേനെ ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ഒരു ഡാമിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നമ്മുടെ സുഹൃത്തുമായിട്ട് ഒരു വർക്കിന് വന്നപ്പോൾ പുള്ളിയും ആ വർക്കിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴും പുള്ളി അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെയും ഒരു സഹായ ഹസ്തം നീട്ടിയാണ് പുള്ളിയും വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനും എത്തി. അന്ന് മുതൽ തുടങ്ങിയ പരിചയമാണ് ഇന്ന് വരെ എത്തി നിൽക്കുന്നത്. ഓക്കെ, മാൽപ്പയ്ക്ക് ഇപ്പോൾ വലിയ ആരാധകരുണ്ട് കേരളത്തിൽ. മാൽപ്പേ ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്ന കാര്യം അറിയിച്ചോളൂ കേട്ടോ. ഞാൻ അറിയിച്ചിരുന്നു. ഞാനാണ് ഇപ്പൊ പുള്ളിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, പക്ഷേ മാൽപ്പയ്ക്ക് മലയാളം മനസ്സിലാവും. മാൽപ്പേ പറയുന്ന മലയാളം നമുക്ക് മനസ്സിലാവും. ഒരു ബാഹുബലി പരിവേഷമാണ് ഇപ്പൊ ഈശ്വരനാണ്. അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും ആശീർവാദ. ഈശ്വരന്റെ ഭാഷ ഇപ്പൊ അവിടെ നാട്ടിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. അനീഷേ, ഞാൻ വളരെ സന്തോഷമുണ്ട് ഈശ്വരനെന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്നതിൽ. തീർച്ചയായിട്ടും അനീഷേ, നമ്മളിപ്പം എത്ര മലയാളികളുണ്ട് നമ്മുടെ മാൽപ്പേ സംഘത്തിൽ, അനീഷ് അടക്കം? നമ്മുടെ മാൽപ്പേ സംഘത്തിൽ ഇപ്പോൾ നാല് മലയാളികളുണ്ട്. ഓക്കെ, ഞാൻ, സ്റ്റെഫിന്, പിന്നെ പാലക്കാട് ഷൊർണൂരിൽ നിന്ന് നമ്മുടെ 2 ഡൈവേഴ്സ് ഉണ്ട്, അനിലും മിഥുനും. അവരാണ് നമുക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങൾ, സിലിണ്ടർ ഫില്ലിങ്ങിന്റെ ചാർജ്. സ്റ്റെഫിനെ കൂടെ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. അവരാണ്. സ്റ്റെഫിന്റെ കയ്യിലൂടെ മൈക്കൊന്ന് കൊടുത്തുള്ളൂ. താങ്കൾ ചോദിച്ചാൽ മതി, നേരിട്ട് വീടൊന്ന് ചോദിച്ചാൽ മതി. ഇവിടെ തീർച്ചയായും കൊടുക്കാം. ഓക്കെ, സ്റ്റെഫിൻ നമസ്കാരം. എറണാകുളം തന്നെയാണ്. എറണാകുളം ചേരാനെല്ലൂർ എന്ന് പറയും. ഓ, കൊച്ചിക്കാരനാണ്, ചേരാനെല്ലൂർ. ഓക്കെ, കേൾക്കുന്നുണ്ടോ സ്റ്റെഫിൻ? ചേരാനെല്ലൂരാണല്ലേ സ്വദേശം? സ്റ്റെഫിൻ എത്ര കാലമായി മാൽപ്പയ്ക്കൊപ്പം? കേൾക്കുന്നുണ്ട്. അതെ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു തുടങ്ങിയത്. ഓ, എത്ര വർഷമായപ്പോ? ഒരു 5 വർഷത്തോളമായി. 5 വർഷത്തോളമായി. ഓക്കെ, അത് വല്ലാത്തൊരു എഫേർട്ടായിരിക്കും. ഡൈവിങ് നമുക്ക് ആളുടെ കൂടെ കൂട്ടിയിട്ട് 5 വർഷത്തോളമായി. അപ്പോൾ ഈ ഡൈവിങ്ങിൽ കൊച്ചിയിൽ നിന്നാണോ, കൊച്ചി കായലിലൊക്കെ ചാടി ഡൈവിംഗ് ഒക്കെ പഠിച്ചിട്ടാണോ പോയത് ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം? അതെ. ഓക്കെ, സ്റ്റാർട്ടിങ് തന്നെ അവിടെ തന്നെയാണ്, കൊച്ചിക്കായലിൽ തന്നെയാണ്.